ദിവസങ്ങൾക്ക് മുൻപാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തിയത്. 23ാമത് ഇന്ത്യ-റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിരുന്നു പുടിന്റെ സന്ദർശനം. സുപ്രധാന വിഷയങ്ങൾ ചർച്ചയായതുകൊണ്ട് തന്നെ ലോകം ഉറ്റുനോക്കിയ വരവായിരുന്നു അതെന്ന് പറയാം. എന്നാൽ ഈ വരവിന് പിന്നാലെയും ഉയരുന്ന കൗതുകകരമായ ഒരു ചോദ്യമുണ്ട്. ഇന്ത്യയിലെത്തിയത് യഥാർത്ഥ പുടിനായിരുന്നോ എന്നതാണത്. ഈ ചോദ്യത്തിന് പിന്നിൽ ഒരു കാരണവുമുണ്ട്. പുടിനെക്കുറിച്ച് ഏറെ കാലമായി പറഞ്ഞു കേൾക്കുന്ന, ഇന്നും കൃത്യമായി ഉത്തരം കിട്ടാത്ത ഡബിൾ ബോഡി സിദ്ധാന്തമാണ് വീണ്ടും ഇത്തരം അഭ്യൂഹങ്ങൾ ശക്തമാകാൻ കാരണം. ലോകത്തിൽ ഏറെ ശ്രദ്ധ നേടുന്ന നേതാക്കളിൽ മുൻനിരയിലാണ് വ്ളാഡിമിർ പുടിൻ. 2 പതിറ്റാണ്ടിലേറെയായി റഷ്യൻ ഭരണം പുടിന്റെ കയ്യിൽ മാത്രമാണ്. റഷ്യയിൽ എല്ലാം പുടിനാണ്. റഷ്യയുടെ പ്രസിഡന്റ് മാത്രമല്ല, അക്ഷരാർത്ഥത്തിൽ ചക്രവർത്തിയാണ് അദ്ദേഹം. മരിക്കുന്നതുവരെ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആകാൻ കഴിയുന്ന രീതിയിൽ അദ്ദേഹം ഭരണഘടന പോലും ഭേദഗതി ചെയ്തു കഴിഞ്ഞു. ദുരൂഹതകൾ ഏറെയുള്ള ഭരണാധികാരി, പുറത്തു പറയാനാകാത്ത വൻ രഹസ്യങ്ങളുടെ കലവറയാണ് പുടിൻ. അദ്ദേഹത്തിന്റെ പ്രേതവണ്ടിയിലെ സഞ്ചാരവും ഗോസ്റ്റ് ട്രെയിൻ കഥകളുമെല്ലാം ലോകം ഏറെ കൗതുകത്തോടെയാണ് കേൾക്കുന്നത്. പുടിനെക്കുറിച്ചുള്ള മറ്റൊരു രഹസ്യമാണ് ഡബിൾ ബോഡി ആരോപണങ്ങൾ. ഒരുപക്ഷെ ഡബിൾ ബോഡി ആരോപണം കേട്ടിട്ടുള്ള ഒരേയൊരു ലോക നേതാവാണ് പുടിൻ എന്ന് പറയാം. തന്റെ സുരക്ഷയും റിസ്ക്കും കണക്കിലെടുത്ത് പുടിൻ സമാന രൂപമുള്ള ഒരാളെ കൂടി ഉപയോഗിക്കുന്നുവെന്നാണ് ഈ ആരോപണത്തിന്റെ പിന്നിലെ കഥ. പുടിനെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ ഇപ്പോഴും ലോകത്തിന് അജ്ഞാതമാണ്. യുക്രൈനുമായുള്ള യുദ്ധം ആരംഭിച്ച മാസങ്ങൾക്കു ശേഷം പുടിൻ പങ്കെടുത്ത യോഗങ്ങളിൽ അദ്ദേഹത്തിന് പാർക്കിൻസൺസ് രോഗലക്ഷണമുണ്ടെന്നും വലതുകൈയും കാലും നിയന്ത്രണാതീതമായി ചലിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. അടുത്ത കാലത്തായി രോഗങ്ങൾ മൂലം പുടിൻ ഏറെ ബുദ്ധിമുട്ടിലാണെന്നും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചാണ് പുടിൻ പിടിച്ചു നിൽക്കുന്നത് എന്നുമാണ് വിമർശകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവേദികളിൽ പുടിനു പകരം പ്രത്യക്ഷപ്പെടുന്നത് അപരന്മാരാണെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം. പുടിന് ഒന്നിലധികം അപരന്മാരുണ്ടെന്ന അഭ്യൂഹങ്ങളും അതിനെ സാധൂകരിക്കുന്ന റിപ്പോർട്ടുകളും ഒടുവിൽ ഇതിനെയെല്ലാം തള്ളിക്കളഞ്ഞുള്ള ഔദ്യോഗിക വിശദീകരണങ്ങളും നേരത്തെയും പുറത്തു വന്നിട്ടുള്ളവയാണ്. പുടിന്റെ പൊതുവേദികളിലെ പെരുമാറ്റവും ശാരീരിക പ്രത്യേകതകളും ചൂണ്ടിക്കാട്ടിയാണ് പാശ്ചാത്യ മാധ്യമങ്ങളും യുക്രൈൻ ഇന്റലിജൻസും സംശയങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. പുടിന്റെ നടത്തത്തെ സംബന്ധിച്ചു പോലും പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുണ്ട്. നടക്കുന്നതിനിടെ ഒരു കൈ അനങ്ങുന്നില്ല, ഇടതുകൈ ആട്ടിയാണ് നടത്തം, ഇത് പാർക്കിൻസൺസ് രോഗത്തിന്റെ ലക്ഷണങ്ങളാണെന്നും ചിലർ വിലയിരുത്തലുകൾ നടത്തുന്നു. എന്നാൽ KGB ട്രെയിനിങ് സ്റ്റൈൽ ആണെന്നാണ് പിന്നെ കേട്ടത്. ഗൺസ്ലിംഗേഴ്സ് ഗേറ്റ് എന്നാണ് ഈ സ്റ്റൈൽ അറിയപ്പെടുന്നത്. വ്ളാഡിമിർ പുടിൻ ഒരു വ്യക്തിയല്ലെന്നും കാലാതീതമായ സങ്കല്പമാണെന്നും പ്രബലമായ മറ്റൊരു സിദ്ധാന്തമുണ്ട്. പ്രധാനമായും 3 തരം പുടിന്മാരുള്ളതെന്നാണ് ഗൂഢാലോചന സിദ്ധാന്തക്കാർ പറയുന്നത്. പുടിന്റെ ചെവിയുടെ ആകൃതി, താടിയലിന്റെ വലിപ്പം, മൂക്കിന്റെ ഘടന എന്നിവ പല വേദികളിലും വ്യത്യസ്തമാണെന്ന് നിരീക്ഷകർ പറയുന്നു. ചില ഫോട്ടോകളിൽ വട്ടമുഖമാണെങ്കിൽ മറ്റു ചിലതിൽ മുഖത്തിന് നീളക്കൂടുതലുണ്ട്. കോവിഡ് കാലം മുതൽ പുടിൻ കടുത്ത ആരോഗ്യ മുൻകരുതലുകൾ എടുക്കുന്നതായി കണ്ടിരുന്നു. വിദേശ നേതാക്കളെ പോലും കിലോമീറ്ററുകൾ അകലെയുള്ള മേശയുടെ അപ്പുറമിരുത്തി മാത്രം സംസാരിക്കുന്ന പുടിൻ പെട്ടെന്നൊരു ദിവസം ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഹസ്തദാനം ചെയ്തതും സെൽഫി എടുത്തതും സംശയത്തിന് ഇടയാക്കിയിരുന്നു. മരിയോപോളിലും ദാഗിസ്ഥാനിലും സന്ദർശനം നടത്തിയപ്പോൾ കണ്ടത് തികച്ചും വ്യത്യസ്തനായ ഊർജ്ജസ്വലനായ പുടിനെയെന്നാണ് യുക്രൈൻ ആരോപിച്ചിരുന്നത്. ഈ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയ ഒന്നാണ് ജാപ്പനീസ് TV ചാനലായ TBS നടത്തിയ ഒരു AI വിശകലനം. പുടിന്റെ വിവിധ കാലഘട്ടങ്ങളിലെ ശബ്ദവും നടത്തവും മുഖഭാവങ്ങളും AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. യഥാർത്ഥ പുടിനുമായി താരതമ്യം ചെയ്യുമ്പോൾ മരിയോപോൾ സന്ദർശിച്ച വ്യക്തിക്ക് 40% മാത്രം സാമ്യമുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയപ്പെടുന്നത്. ഒരു അഭിമുഖത്തിൽ പുടിൻ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ചെച്ചൻ യുദ്ധസമയത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ തനിക്ക് ബോഡി ഡബിൾ എന്ന ആശയം നിർദ്ദേശിച്ചിരുന്നുവെന്ന് അദ്ദേഹം സമ്മതിച്ചതാണ്. എന്നാൽ താൻ ആ നിർദ്ദേശം അപ്പാടെ നിരസിക്കുകയാണ് ചെയ്തതെന്നും താൻ ഒരിക്കലും അപരനെ ഉപയോഗിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. നേരത്തെ അലാസ്കയിൽ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുടിന്റെ ബോഡി ഡബിൾ വീണ്ടും ചർച്ചയായിരുന്നു. അലാസ്കയിലെത്തിയ പുടിന് കൂടുതൽ വീർത്ത കവളുകളുണ്ടെന്നായിരുന്നു ഒരു കണ്ടെത്തൽ. വലതുകൈ അധികം ചലിപ്പിക്കാതെയുള്ള പുടിന്റെ പതിവ് നടത്തമല്ല കാണാൻ കഴിഞ്ഞത്. ട്രംപിനെ കാണുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് പതിവിലും കൂടുതൽ ഉന്മേഷവാനായി കാണപ്പെട്ടുവെന്നും മറ്റു ചിലർ സംശയം ജനിപ്പിക്കുന്നുണ്ട്. ഇത് പുടിന്റെ 5ാമത്തെ അപരനെന്നാണ് പറയപ്പെടുന്നത്. അപരന്മാർ അദ്ദേഹവുമായി പരമാവധി സാമ്യം തോന്നിപ്പിക്കുവാൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായിട്ടുണ്ടെന്ന് പോലും പ്രചാരണങ്ങളുണ്ട്. അടുത്ത കാലത്തായി പുടിന്റെ ഉയരത്തിലും ചെവിയുടെ സ്വഭാവത്തിലും മാറ്റങ്ങളുണ്ടെന്നും യുക്രൈന്റെ മേജർ ജനറൽ കൈറലോ ബുഡനോവ് അവകാശപ്പെട്ടതായി ദി സൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുടിന്റെ ചെവിയാണ് അപരൻ എന്നുള്ളതിന്റെ പ്രധാന തെളിവായി ബുഡനോവ് നിരത്തുന്നത്. പുടിന്റെ ചെവിയുടെ ചിത്രം പലപ്പോഴും വ്യത്യസ്തമാണ്. സാധാരണയായി ചെവിയുടെ ഘടന ഒരു വിരലടയാളം പോലെയാണ്. ഓരോ വ്യക്തിയുടെയും ചെവി മറ്റൊരാളിൽ ആവർത്തിക്കില്ല എന്നും അദ്ദേഹം പറയുന്നു.
പുടിന്റെ അമരന്മാർ തമ്മിൽ വ്യത്യസ്ത ശീലങ്ങൾ, വ്യത്യസ്ത രീതികൾ, വ്യത്യസ്ത നടത്തം തുടങ്ങി സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ചിലപ്പോൾ വ്യത്യസ്ത ഉയരങ്ങൾ വരെ കാണാനാകുമെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ടെഹ്റാനിൽ നടന്ന ഉച്ചകോടിയിൽ പുടിൻ അപരനെ ഉപയോഗിച്ചിരിക്കുമെന്നും ബുഡനോവ് നേരത്തെ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ശാസ്ത്രീയ പരിശോധനകളിൽ ഇതൊന്നും തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പുടിനെക്കുറിച്ചുള്ള അവസാനിക്കാത്ത ദുരൂഹതയായി ഈ വാദം ഇപ്പോഴും തുടരുകയാണ്.